ദിലീപ് കേസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ സാക്ഷിയായ ബാലേന്ദ്രകുമാർ ഇന്ന് വെളുപ്പിനെ അന്തരിച്ചു. അദ്ദേഹം ചെങ്ങന്നൂർ ഒരു ഹോസ്പിറ്റൽ ഡയാലിസിസ് ചികിത്സയിലായിരുന്നു. 1-2 വർഷമായി ചാനൽ ചർച്ചയിലൊക്കെ അദ്ദേഹം വരുമ്പോൾ അദ്ദേഹം ഡയാലിസിസിന് വിധേയനായിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിനെതിരായിട്ടുള്ള ചില ആരോപണങ്ങളൊക്കെ പൊതുവെ വെളിയിൽ വന്നുകൊണ്ടിരുന്നു. ദിലീപിൻ്റെ ഭാഗത്തു നിന്നും അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന ആൾക്കാരിൽ നിന്നും ബാലേന്ദ്രകുമാറിനെതിരായിട്ട് വളരെ അധികം മോശമായ വാർത്തകൾ വന്നുകൊണ്ടിരുന്നു. ചാനലിൽ അദ്ദേഹം പറയുന്ന സത്യമായ കാര്യങ്ങൾ അത് ഉൾക്കൊള്ളാൻ പലർക്കും കഴിഞ്ഞിരുന്നില്ല. എന്തായാലും അദ്ദേഹം 2-3 വർഷമായിട്ട് ഡയാലിസിസ് ആയിരുന്നു. ചെങ്ങന്നൂർ ഏതോ ഹോസ്പിറ്റലായിരുന്നു, അവിടെ വെച്ച് മരിച്ചു. അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി അദ്ദേഹത്തിൻ്റെ സ്വദേശമായ കാഞ്ഞൂരംകുളത്ത് കൊണ്ടുവന്നു. തിരുവനന്തപുരത്ത് അത് ദഹിപ്പിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അദ്ദേഹം മലയാള സിനിമയിൽ 1-2 സിനിമ എടുത്തിട്ടുണ്ട്, 1-2 സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. 3ാമതൊരു സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം അതിൻ്റെ വർക്കിലിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇതുപോലെ ദിലീപുമായിട്ടുള്ള അടുപ്പം വെളിയിൽ വരുന്നതും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിത്യ സന്ദർശകനായിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ ഒപ്പം ഇരുന്ന് ഈ ദിലീപിൻ്റെ സുഹൃത്തായ എന്ന് പറയപ്പെടുന്ന പൾസർ സുനിയുടെ ആ അതിജീവിതയെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ദിലീപിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് അവിടുത്തെ ഡിജിറ്റൽ സ്ക്രീനിൽ കണ്ടു എന്നാണ് മൊഴി. ഏതായാലും ആ ഡിജിറ്റൽ മെമ്മറി കാർഡ് പോലീസ് ദിലീപിൻ്റെ കയ്യിൽ നിന്ന് കണ്ടെടുക്കാൻ സാധിച്ചില്ല. എങ്കിലും അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പല മൊബൈൽ ഫോണിനകത്തു നിന്നും അത് റിട്രീവ് ചെയ്തു എന്നാണ് കരുതപ്പെടുന്നത്. ആ മൊബൈൽ ഹൈക്കോടതിയിൽ ഹാജരാക്കണമെന്ന് പറഞ്ഞിട്ട് ഹാജരാക്കാതെ വരികയും പിന്നീട് ബോംബെ കൊണ്ടുപോവുകയും അത് ഡിലീറ്റ് ചെയ്ത് കളയുകയും അങ്ങനെയൊക്കെ ഒത്തിരി സംഭവവികാസങ്ങൾ നമ്മൾ കണ്ടു. എന്തായാലും ആ ബാലേന്ദ്രകുമാറിൻ്റെ മൊഴി കോടതിയെ രേഖപ്പെടുത്തി കഴിഞ്ഞു. അതിന് അദ്ദേഹത്തിന് അദ്ദേഹം ഹോസ്പിറ്റലിൽ കിടന്ന സന്ദർഭത്തിലും ആ മൊഴിയുടെ ഭാഗം ആയിട്ട് വീണ്ടും അദ്ദേഹത്തിൻ്റെ ഡിപ്പോസിഷൻ കോടതി എടുക്കുകയൊക്കെ ഉണ്ടായി. ഓൺലൈനിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. എങ്കിലും സത്യത്തിന് വേണ്ടി പടപൊരുതിയ ഒരു വ്യക്തിയായിരുന്നു ബാലേന്ദ്രകുമാർ. അദ്ദേഹത്തിന് പല ഭാഗത്തു നിന്നും ഭീഷണിയുണ്ടായി. അദ്ദേഹത്തിനെ അദ്ദേഹത്തിനെ പ്രീണനത്തിന് വിധേയനാക്കാൻ നോക്കി. സത്യം അദ്ദേഹം മുറുകെ പിടിച്ച് നിന്നു. അത് തന്നെയല്ല, വളരെ നിർണായകമായ വിവരമാണ് അദ്ദേഹം കോടതിയെ ബോധിപ്പിച്ചത്. അത് കോടതി അവിശ്വസിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിനെ ദിലീപിൻ്റെ അഡ്വക്കേറ്റ് വളരെയധികം ദിവസങ്ങളോളം ബെഡ് റിഡനായിട്ട് കിടക്കുന്ന സന്ദർഭത്തിലും ക്രോസ് ചെയ്തു. ഒരു മര്യാദയും ഇല്ലാതെ ക്രോസ് ചെയ്തു എന്നാണ് ആക്ഷേപം. എന്തായാലും വളരെ വൈറ്റലായ ഒരു എവിഡൻസാണ് അദ്ദേഹം കൊടുത്തത്. നമുക്കറിയാം, ഈ കേസിനകത്ത് 3 പ്രാവശ്യം കോടതിയിരുന്ന തൊണ്ടി സാധനങ്ങൾ ആരോ പരിശോധിച്ചിരിക്കുന്നു. അങ്കമാലി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് 9/1/2018 അത് പരിശോധിച്ചതായിട്ട് അവിടെ ഫോറൻസിക് റിപ്പോർട്ടിനകത്തുണ്ട്. അതുപോലെ 13/12/2018 രണ്ടാമത് ഡിസംബർ മാസത്തിൽ വീണ്ടും അത് പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയുടെ ഓഫീസ് വെച്ച് ആരോ പരിശോധിച്ചിരിക്കുന്നു. അതിനുശേഷം 29/1/2021 അത് വീണ്ടും ട്രയൽ കോടതിയിൽ പരിശോധിച്ചിരിക്കുന്നു. വളരെ വിവാദമായ ഒരു പരിശോധനയും അതുമായിട്ടുള്ള റിപ്പോർട്ടുകൾ, ആ പരിശോധിച്ച ആൾക്കെതിരായിട്ട് നടപടിയെടുക്കണമെന്ന് കോടതിയോട് ആവശ്യപ്പെട്ടിട്ട് ആ വിചാരണ കോടതി 1-2 വർഷം അത് നടപടിയെടുക്കാതെ വെച്ചുകൊണ്ടിരുന്നു. അത് പിന്നെ ഹൈക്കോടതിയിലെത്തി, ആ മാറ്റർ സുപ്രീം കോടതിയിൽ പോയി. നിരന്തരം ഈ കേസിൻ്റെ ട്രയൽ സമയത്ത് ഇരുഭാഗം അവരവരുടെ ഭാഗത്തിന് വേണ്ടിയിട്ട് കോടതികളിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതി വരെ പോകുന്ന ചരിത്രങ്ങളൊക്കെ നമ്മൾ കേട്ടു. ഏതായാലും ആ ട്രയൽ ഏകദേശം കഴിഞ്ഞിരിക്കുന്നു. ഇനി അത് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആയിരുന്നു. അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തുന്ന സമയത്ത് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് വേണമെന്ന് അതിജീവിതം തന്നെ ആവശ്യപ്പെട്ടതനുസരിച്ച് അവിടെ വക്കീലന്മാരും പ്രതിയുടെയും വാദിയുടെയും വക്കീലന്മാരും കോടതിയും അല്ലാതെ വേറെ ആരെയും പ്രവേശിപ്പിച്ചില്ല. അതിനുശേഷം ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആയിട്ട് തന്നെ മുന്നോട്ട് പോയി. ഇപ്പോഴേ സാക്ഷി വിസ്താരം തീർന്ന ശേഷവും വാദഗതിയിലോട്ട് കയറുകയാണ്, എൻട്രി ചെയ്യുകയാണ് ഇരുഭാഗവും. അപ്പോൾ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആവശ്യമില്ല, ഇനി
ഇത് തുറന്ന കോടതിയിൽ മതി എന്ന് അതിജീവിത കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം സത്യം എന്താണെന്ന് ജനങ്ങൾ മനസ്സിലാക്കട്ടെ. അത് തീർച്ചയായും നല്ലൊരു അവസരം വേണം. ഇനി വാദഗതികൾ മാത്രമേ ഉള്ളൂ. സാക്ഷികളെ വിസ്തരിക്കുന്ന ഭാഗങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുന്നു, അവരെ ക്രോസ് ചെയ്തും കഴിഞ്ഞിരിക്കുന്നു. ഇനി കോടതിന് മുമ്പിൽ ഇരുഭാഗത്തെയും വാദഗതിയാണ്. അതുപോലെ പ്രോസിക്യൂട്ടറെ ഡിഫൻസിൻ്റെയും വാദഗതികൾ കോടതിയിൽ നടക്കുന്നത് അത് തീർച്ചയായിട്ടും വെളിയിലോട്ട് കേൾക്കണം, ജനങ്ങൾ അറിയണം. എന്താണ് പ്രോസിക്യൂഷൻ ഇതിനകത്ത് കോടതി കൊടുത്ത തെളിവെന്ന് സാധാരണക്കാരൻ വിധി എഴുതിയിട്ട്, അതുപോലെ പ്രതിഭാഗത്തിന് എന്താണ് ഈ എവിഡൻസിനെതിരായിട്ട് പറയാനുണ്ടായത്, ദിലീപിൻ്റെ ഭാഗത്തെ അഡ്വക്കേറ്റ് ദിലീപിനെ കള്ളക്കേസിൽ കുരുക്കുകയായിരുന്നു എന്നും 1 മുതൽ 13 വരെ പ്രതികൾ ഇപ്പോൾ ആ കേസിനകത്തുണ്ട്. 8ാം പ്രതിയാണ് ദിലീപ്. 7ാം പ്രതിയായ സായി ശങ്കർ എന്ന് പറഞ്ഞ ദിലീപിനൊപ്പം നിന്ന് ദിലീപിൻ്റെ 12ഓളം മൊബൈൽ ഫോണിൻ്റെ കണ്ടൻസ് റിമൂവ് ചെയ്ത ആളാണ്. അപ്പോൾ അയാളെ അപ്രൂവറാക്കാൻ അയാൾ കോടതിയിൽ തയ്യാറായി. പക്ഷേ അയാളെ അപ്രൂവൽ പ്രൊസീഡിങ്സ് ഇതുവരെ നടന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് കോടതി അത് അങ്ങനെ നടത്താതെ പോയതെന്ന് അറിയില്ല. എന്തായാലും അയാളെ അപ്രൂവർ ആക്കിയെങ്കിലും അതിനുള്ള മൊഴി കോടതി കൊടുത്തെങ്കിലും അതിന് സമ്മതപത്രം കൊടുത്തെങ്കിലും 164 അയാളെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. എന്തായാലും കോടതി ആ 3 കോടതികളിലും തൊണ്ടി സാധനങ്ങളെ ആരോ ഹാൻഡിൽ ചെയ്തു എന്നുള്ള വിവരം കോടതി പറഞ്ഞിട്ടും ഇന്ന് വരെ അതേപ്പറ്റി ഒരു അന്വേഷണം നടന്നില്ല. ഹൈക്കോടതിയിലെ അതിന് അപേക്ഷ കൊടുത്തെങ്കിലും ഹൈക്കോടതി ഡയറക്ഷൻ അനുസരിച്ച് അതേപ്പറ്റി ഒരു പ്രിലിമിനറി എൻക്വയറി നടത്തിയെന്നല്ലാതെ ഒരു ക്രിമിനൽ കേസ് എടുത്ത് അനധികൃതമായി കോടതിയിൽ കയറി ഇത് പരിശോധിക്കാൻ ആർക്കും അവകാശമില്ല. ആ കോടതിയിലെ ജില്ലാ ജഡ്ജിക്ക് മാത്രം അത് പരിശോധിക്കാം, നോക്കാം. അത് പ്രത്യേകിച്ചും ആ കേസിൻ്റെ തെളിവ് സ്വീകരിക്കുന്ന സന്ദർഭത്തിലെ സാക്ഷികളെ വിസ്തരിക്കുന്ന സമയത്ത് അത് ആണ് സാക്ഷികളെ കാണിച്ച് തിരിച്ചറിയാനും അതിൻ്റെ കണ്ടൻസിനെ പറ്റി പറയുമ്പോഴൊക്കെ ഇത് കാണാനുള്ള അവകാശം ജഡ്ജിക്കുണ്ട്. അതല്ലാതെ കോടതിയിലുള്ള സ്റ്റാഫോ വെളിയിലുള്ള ആർക്കും ഇത് പരിശോധിക്കാനുള്ള അവകാശമില്ല. അതുകൊണ്ട് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇമ്പോർട്ടൻ്റായ പല വാദഗതികളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അതിജീവിത ഇപ്പം ഇനിയുള്ള കാര്യങ്ങൾ പരസ്യമായിട്ട് കോടതി പറയണം, വാദിഭാഗവും പ്രതിഭാഗവും അങ്ങനെ പറയണം. അങ്ങനെ ഒരു റിക്വസ്റ്റ് അവർ ഇന്ത്യൻ പ്രസിഡൻറ്റിന് അയച്ചു കൊടുക്കുകയും ചെയ്തു. എന്തായാലും ഈ കേസിനകത്ത് എന്താണ് കോടതി വിധിയെന്ന് അറിയാൻ മലയാളികളും അല്ലാത്തവരും ഇന്ത്യയിലെ ജനങ്ങളെല്ലാം വളരെയധികം ജാഗരൂകരായി ഇരിക്കുകയാണ്. എന്താണെന്നറിയാൻ കോടതിയുടെ നിരീക്ഷണം എന്താണെന്ന്, തെളിവനുസരിച്ചുള്ള കാര്യങ്ങളിലേക്ക് കോടതി വരുന്നുണ്ടോ, അല്ലെങ്കിൽ ആ കോടതി ഈ തെളിവ് അംഗീകരിക്കുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ 100 ചോദ്യങ്ങൾ വരുന്നുണ്ട് ഒന്നിനു പുറകെ ഒന്നായി. പക്ഷേ പൊതുജനങ്ങൾക്ക് എന്താണ് നടന്നതെന്ന് ഇനി അറിയട്ടെ. ഇത്രയും നാളും ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആയിരുന്നു. അത് ഓപ്പൺ കോടതിയിൽ എല്ലാവരും കേൾക്കത്തക്ക രീതിയിൽ വാദിഭാഗവും പ്രതിഭാഗവും ആർഗ്യുമെൻ്റ് തീർച്ചയായിട്ടും കേൾക്കാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. പൊതുജനങ്ങൾ അറിയേണ്ട കേസാണ്. ഇതൊരു പബ്ലിക് എൻക്വയറിയാണ്. ഇതുവരെയുള്ള ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് അവരുടെ അതിജീവിതയുടെ സേഫ്റ്റി ഉദ്ദേശിച്ചാണ് നടത്തിയത്. പക്ഷേ ഇനി അവർ തന്നെ കോടതിയിൽ പറഞ്ഞിരിക്കുന്നു ഇത് ഓപ്പൺ കോടതിയിൽ വാദഗതികൾ നടക്കണം. ഏതായാലും അതൊരു നല്ല അവസരമാണ് കേരളത്തിലുള്ള ജനങ്ങൾക്കും, അല്ലെങ്കിൽ ദിലീപിൻ്റെ ആൾക്കാർക്കും, പ്രതിഭാഗത്തിൻ്റെ ആൾക്കാർക്കും, അതുപോലെ തന്നെ വാദിഭാഗത്തിൻ്റെ ആൾക്കാർക്കും എല്ലാവർക്കും എന്താണ് ഇതുവരെ കോടതി നടന്ന കഴിഞ്ഞ 2017 ശേഷം ഈ സംഭവത്തിന് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ കോടതി നടത്തിയിരിക്കുന്നു അല്ലെങ്കിൽ നടത്താതെ പോയി എങ്ങനെയൊക്കെയുള്ള വിവരങ്ങൾ കൃത്യതയോടെ പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു അവസരമായിരിക്കുന്നു. ഏതായാലും കോടതി ആ കാര്യത്തിൽ എന്ത് തീരുമാനം എടുത്തു നമുക്കറിയത്തില്ല. ഒപ്പം കോടതിയിൽ ഇനിയുള്ള വാദഗതികൾ അത് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് വേണ്ട എന്ന് വാദി തന്നെ അതിജീവിത തന്നെ പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു.